ഒരു പൗർണച്ചക്കാരന്റെ ശരീരഭാഷ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യങ്ങൾ കുറച്ച് കൂട്ടി പറയുന്ന ഒരാളായിട്ട്. അപ്പൊ ആ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് നടക്കുന്ന ഡൊമിനിക്കായിട്ട് ക്യാരക്ടറായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നത് എത്രമാത്രം ഫണ്ണായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ലവബിൾ ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് അത് ആ ഇന്നസെൻസ് ആണ് ആ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി. അദ്ദേഹം ഗോകുലമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയാലും മിസ്സസ് മാധുരി, വിജി മാം ചെയ്ത ക്യാരക്ടേഴ്സ്, that simplicity of that character, that is what attracts you. And I don't think it was Pongacha Manchi because he's very honest. And ആ ഓണസ്റ്റിയാണ് adorable ആയിട്ട് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്. പുതുമയോടെ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം ഒരേ സ്ക്രീൻ ഫേസിൽ നമ്മൾ കാണുമ്പോൾ അടുത്ത് എന്തെന്നുണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഇതിന്റെ മമ്മൂക്കയുടെ വിഷയം ഒരേ സ്പേസിൽ അനുഭവിച്ചപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ വന്ന സമയം മുതൽ അനുഭവിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി വെരി ഇത്ര എളുപ്പമാണ്. ഞാൻ പ്രതീക്ഷ വന്നിട്ടില്ല. അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യം അത് ഞാൻ മാത്രം കേട്ടോ, എൻ്റെ കൂടെയുള്ള എല്ലാ ആക്ടേഴ്സും ഇതിനാണ് ഷെയർ ചെയ്യുക. ഈ പടത്തിലും അതേപോലെ ഇപ്പൊ ഞാൻ ബാവൂട്ടി ചെയ്യുമ്പോഴും മമ്മൂക്കയുടെ ഒരു പ്രിപ്പറേഷൻ, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനങ്ങനെ ഒരു ദിസ് ഇസ് മൈ ഹംബിൾ ഒബ്സർവേഷൻ ആസ് എൻ ആക്ടർ, ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു പെർഫോമൻസിൽ. അത് ഈ പടത്തിലും എനിക്ക് ഇന്റൻസ് ആയ 2-3 സീക്വൻസസ് ഉണ്ട്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മോർ ദൻ ആ സീൻ ഐ വാസ് എൻജോയിങ് മമ്മൂക്കാസ് പെർഫോമൻസ് and learning from that, like how Gautam sir said, those interpretations are, the sparks of brilliance that all actors should observe. Adi padam kananumbo namukku manasilavu dialogue rendition ayalum adile body language ayalum aa character adu, and when in the whole, when you see that film, that is when you just our character Dominic inde body, you just travel with all these different characters. That is the power of Mammookka. സോ അത് ഒരു ഭാഗ്യമാണത്. ആക്ച്വലി നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിയാം, അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി താങ്ക്സ് ടു ഓൾമൈറ്റി, അങ്ങനെ ഒരു ബ്ലെസ്സിങ്. സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും ഒരു യൂണീക്ക് ആയിട്ട് സാറിന്റെ പ്രസൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ സാർ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണാം. ഡൊമിനിക്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഏതായിരിക്കും? ഞാൻ എൻജോയ് ചെയ്ത എന്റെ സാറിന് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവും, ക്യാരക്ടർ അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, അതൊരു സെലിബ്രേഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നിട്ട് ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ. മമ്മൂട്ടി സാർ ഇസ് വാക്കിംഗ് ഇൻ ടു മൈ ലൈഫ്. മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് മാജിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? കുറേ ഉണ്ട് പടത്തിൽ, 100% കുറേ ഉണ്ട്. എവറി മൊമെന്റ് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും. ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ എന്ന് പറയാം, സാർ ജസ്റ്റ് ചിരിച്ചിട്ട് പോകും. സോ ഐ കെപ്റ്റ് ഓൾ ദാറ്റ് ടു മൈസെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല, ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്ലാൻ, അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടായിട്ട് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്തത് അത് വേറെ. നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും അങ്ങനെ വന്നിട്ട് I think minutes of understand what I'm talking about. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ഐ എൻജോയ് എവറി മൊമെന്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂട്ട്. ഐ ഡിഡ് നോട്ട് ലെറ്റ് ഹിം ഗോ ഇൻ 45 days ആക്ച്വലി. പിച്ച് ചെയ്തിരുന്നു കേട്ടിട്ട് ഒരു ഡോക്ടറായിട്ട് ആക്ഷൻ വന്നിട്ട് കംപ്ലീറ്റ്ലി ഡോക്ടറായിട്ട് സ്ക്രിപ്റ്റ്. അത് പിന്നെ അതേമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ അമിതാഭ് സാറായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റേച്ചറിലുള്ള വേറെ ഏതെങ്കിലും ആക്ടറായിട്ട് മമ്മൂക്ക സാറായിട്ട് ചെയ്യുന്നത് വേഗമായിട്ട് പറഞ്ഞിരുന്നു. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ടോ? എല്ലാ സ്ക്രിപ്റ്റും ഉണ്ട്, യെസ്. പക്ഷേ I believe in destiny, I believe in time. You have to be in the right place at the right time. Appo adu nadakkum. So it's all there. At some point it'll find its light, it'll find its space. നായികടുത്താണ്
മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പോൾ പല ആൾക്കും ഭയമുണ്ട്. പക്ഷെ മമ്മൂക്കായായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓർത്തെടുക്കണം? ஃபர்ஸ்ட் ஆஃப் ஆல் நீங்கள் சொன்ன மாதிரி டைலாக் சொல்கிறதுக்கே எனக்கு ரொம்பவே பயமாக இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி அதுக்கப்புறம் മമ്മൂക്ക സാർ கூட பண்ணுற மாதிரி இருந்தது. ബട്ട് அந்த ഈ കുട്ടി തെറ്റിച്ചിട്ടൊരു ഷോട്ട് റീടേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ടില്ല. ஸோ யா நான் கொஞ்சம் நிதானமாக பண்ணிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே கொஞ்சம் ஃபியர்ஸாக வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமாக இருந்தது. நான் எப்படி அவங்கள அப்படி இது பண்ண முடியும்னு சொல்லிட்டு. ஸோ சார் என்ன கொஞ்சம் காமாக அந்த ஸ்பேஸில் நீ பண்ண பரவாயில்ல பார்த்துக்கலாம்னு சொல்லி பண்ணாங்க. ஜோக் கூட பண்ணாங்க, அடிச்சது ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக் எல்லாம் பண்ணாங்க. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ക്ലൈമാക്സ് മമ്മൂക്കടുത്ത് പറഞ്ഞപ്പോൾ ഇത് കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു? സ്റ്റോറി പറഞ്ഞു, സ്റ്റോറി കണ്ടിന്യൂസ് സ്റ്റോറി പറഞ്ഞപ്പോൾ ഇത് ക്ലൈമാക്സ് കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ സർ ഐ തിങ്ക് took some 5 minutes to respond to the climax. And then ഒരു ചെറിയ 2-3 ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാണ് അതെങ്ങനെയാന്ന് 2-3 കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. ആൻഡ് ദെൻ ഹി സെഡ് ഐ ലൈക്ക് ഇറ്റ്, വിൽ ഡു ഇറ്റ്. ഇതാണ്. ആൻഡ് ദെൻ വി ലെഫ്റ്റ് ദാറ്റ് മീറ്റിംഗ്. നെക്സ്റ്റ് ഡേ ഹി സെഡ് ഐ ആം പ്രൊഡ്യൂസിങ് ദ ഫിലിം, വി ഹാവ് ടു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. സോ ആൻഡ് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മളെടുത്തു, ഇതാണ് നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ സർ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. എല്ലാം സാറിന് മുമ്പ് നമ്മൾ സീനായിട്ട് പറഞ്ഞപ്പോൾ വിൽ ഗോ വിത്ത് ദിസ്, ഐ വിൽ ഗോ വിത്ത് യുവർ കൺവിക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഡിഡ് ഇറ്റ്. ഇപ്പോൾ ഇതെനിക്ക് പറഞ്ഞ ഒരു സ്പോയിലർ ആയിരിക്കും, പക്ഷേ ആ സീൻ ബിറ്റ്വീൻ ദ ടു ഓഫ് ദെം വാസ് ഹാൻഡിൽഡ് സോ ബ്യൂട്ടിഫുള്ളി ബൈ ബോത്ത് ദി ആക്ടേഴ്സ്. സാറിൻ്റെ ഒരു ലൈൻ ഉണ്ട്, ഒരു വോട്ടബിൾ ഇറ്റ്സ് എ വുമൺ. ആൻഡ് സാറിൻ്റെ പെർഫോമൻസിൽ ആ ഡൊമിനിക്കായിട്ട് ചെയ്ത ഒരു പെർഫോമൻസിൽ ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇസ് നോട്ട് അലൗഡിൻ്റെ ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ടാണ്. ബട്ട് ഈ ഷുഡ് ഓൾസോ സർവൈവ്. This is a spoiler. I don't want to talk about it, but since you asked me, I thought I must say it. He played it so convincing. നമുക്ക് റിയലിസ്റ്റിക് കാലമാണ് ഇപ്പോൾ. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും, വടക്കമേരക്കാണ്. നമുക്ക് ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു, ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് കേട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റും? അടുത്ത മാസം ഇറങ്ങിയ പടമല്ലേ, അതിനെപ്പറ്റി രണ്ടോ അതിനെപ്പറ്റി പക്ഷേ കാണാത്ത ആൾക്കാരെ സിനിമയിൽ തിയേറ്ററിൽ കാണാത്ത ആൾക്കാർ പറയാനും കൂടെ ഇവിടെ കുറേ ഇറങ്ങി പോകണം. കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. Okay, thank you for coming.